നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 5-ാം തീയതി, 1200-ാം ആണ്ട് കുംഭമാസം 21-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. ഇന്നത്തെ നല്ല ദിവസമാണ് ബുധനാഴ്ച. ബുധൻ എന്ന് പറഞ്ഞാൽ പ്രവൃത്തികാരകനാണ്. എല്ലാത്തിനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് ബുധൻ. ബുധൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഒന്ന് ചെയ്താൽ അതിനെ താങ്ങിത്തരും. നിങ്ങളെ കയറാൻ പോണവനെ കയറ്റിവിടും. അപ്പോൾ ദശാനാഥൻ ഇന്നത്തെ ദിവസം ബുധനാണെങ്കിൽ പോലും ഇന്നത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക കുറച്ച് നെഗറ്റീവ് നക്ഷത്രമാണ്. അപ്പോൾ നക്ഷത്രം ശുഭമല്ല, എന്നാലും നമുക്കൊരു 50-50 റിസൾട്ട്, സുഖദുഃഖ സമ്മിശ്രത്തെ ഫലത്തും ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ഇന്ന് കാര്യങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ മാറ്റിവെക്കാം. ചെയ്തു കൂടാ എന്ന് പറയുന്ന ദിവസങ്ങളിൽ പെടുന്നതല്ല. പക്ഷേ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട്, കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു വർഷം, ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായിരിക്കും. അതിന് സംശയം വേണ്ട. കാരണം എന്തൊക്കെ തടസ്സങ്ങൾ, എന്തൊക്കെ സമയദോഷം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വർഷം കുറേ നേട്ടഫലങ്ങൾ വന്നു ചേരും. അതിന് സംശയം വേണ്ട. പ്രത്യേകിച്ച് ജോലിയിൽ ഗ്രോത്ത് ഉണ്ടാവും. തൊഴിലുകാരകനാണ്. അപ്പോൾ തൊഴിലിൽ പുരോഗതി ഉണ്ടാവും. ജോലിയില്ലാത്ത ആളിന് ജോലിയെ കൊടുക്കും. ജോലിയിലിരിക്കുന്ന ആളിന് ജോലി കയറ്റം കിട്ടും. ബിസിനസ്സുകാർക്ക് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങാം. ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഗ്രോത്ത് ഉണ്ടാവും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമാണ്. അതുപോലെ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, പത്രപ്രവർത്തകരാവട്ടെ, അതുപോലെ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷം തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസവും നിങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ, നല്ല ദിവസം, വലിയ കുഴപ്പമില്ലാത്ത ദിവസമെന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങി രാവിലെയൊക്കെ ഇറങ്ങും. എന്നാൽ ഈ സമയത്ത് പലപ്പോൾ ദൂരയാത്രകളോ മറ്റെന്തെങ്കിലും സുപ്രധാനമായ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ സമയം ഒഴിവായി കളയുക. രാഹു തടസ്സം ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. 12:36 തൊട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 12:36 തൊട്ട് 2:05 വരെയാണ് രാവുകാല സമയം, 1.5 മണിക്കൂർ. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയം എല്ലാ ദിവസവും ഉണ്ട്. ഗുളികനും യമകണ്ഠനും. അല്ല, ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയമാണ് 11:07 തൊട്ട് 12:36 വരെയും. യമകണ്ഠ കാല സമയം വരുന്നത് 8:09 തൊട്ട് 9:38 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്ക് അഭിജിത്ത് മുഹൂർത്തം ഇന്ന് എന്ത് കാര്യത്തിന് വേണോ എടുക്കാം. ഉച്ച സമയത്ത് രാവുകാലം 12:36 വരെ നിൽക്കുന്നത് കൊണ്ട് രാവുകാല സമയം പൊതുവെ അത്രയ്ക്ക് കൊള്ളാവൂ. എങ്കിലും ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം അത്രയ്ക്ക് ശോഭനമല്ല. അതുപോലെ ഇന്ന് വസ്ത്രധാരണം ചെയ്യുമ്പോഴും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പച്ച കളർ മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന നന്നായിരിക്കും. പച്ച കളറോ പച്ച മിക്സായിട്ടുള്ളതോ വസ്ത്രം നമുക്ക് വസ്ത്രധാരണത്തിൽ പെടുത്തുക. കാരണം പ്രപഞ്ചത്തിൽ ബുധൻ്റെ ആധിക്യമുണ്ട്. ആ കളറാണ്, ബുധഭഗവാന്റെ കളറാണ് പച്ച കളറ്. ആ കളറ് നമ്മളിലേക്ക് ആഗിരണം ചെയ്യാനും നമ്മളിലുള്ള നെഗറ്റീവ് പുറന്തള്ളാനും ഈ വസ്ത്രധാരണത്തിന് സഹായിക്കും. അതുകൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോഴാവട്ടെ, ജോലിയിൽ നിൽക്കുമ്പോഴാവട്ടെ, നമ്മൾ പുറത്തെന്തെങ്കിലും ആവശ്യമായിട്ട് പോകുമ്പോഴാവട്ടെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ബൈ ചാൻസ് നമുക്ക് ചിലപ്പോൾ യൂണിഫോമായിട്ടോ മറ്റോ ആയിട്ടോ ഈ വസ്ത്രം ധരിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അങ്ങനെ വരുന്ന വേളയിൽ നമ്മളൊരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് പച്ച തുണി കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാവും. എല്ലാവർക്കും ബുധൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.